നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. കണ്ണമ്പള്ളി ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സംഗമവും പുതുവത്സരാഘോഷവും സംഘടിപ്പിച്ചു. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് കല്ലി നാണു ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപിനെ ആദരിച്ചു. ഫ്രണ്ട്സ് വായനശാല ഗ്രന്ഥാലയം AKG മന്ദിരം കണ്ണമ്പള്ളിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണമ്പള്ളിയിൽ ജനിച്ച് വളർന്നവരും സമീപ പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരും വായനശാലയുമായി ഹൃദയബന്ധം കാത്തുസൂക്ഷിക്കുന്നവരുമായ ജനപ്രതിനിധികൾക്കുള്ള ഊഷ്മള സ്വീകരണമാണ് വായനശാല അങ്കണത്ത് സംഘടിപ്പിച്ചത്. മുതിർന്ന കമ്മ്യൂണിസ്റ്റ് കല്ലി നാണു ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ അനൂപിനെ ആദരിച്ചു. വ്യത്യസ്ത മേഖലയിൽ ജനങ്ങളെ സേവിക്കാനുള്ള അവസരം ലഭ്യമായപ്പോൾ അതിന്റെ മുന്നോടിയായി ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾക്ക് വലിയ പ്രോത്സാഹനവും പ്രചോദനവും നൽകുന്ന നിലയിലാണ് നിങ്ങൾ ഇവിടെ നടത്തിയ ഈ അനുമോദന പരിപാടി എന്ന് ഞാൻ ആമുഖമായി പറയട്ടെ. ഫ്രണ്ട്സ് വായനശാലയെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട്. എങ്ങനെയാണ് ഫ്രണ്ട്സ് വായനശാലയ്ക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തനം സംഘടിപ്പിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ള കാര്യം വളരെ മാതൃകാപരമായ നിലയിൽ ഒരു വായനശാലയെ മുൻനിർത്തി ഒരു നാടിന്റെ മുന്നേറ്റത്തെയും ഒരു നാടിനെയാകെ ഉണർത്താൻ ഒരു സംവിധാനത്തിന് എങ്ങനെ സാധിക്കും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഫ്രണ്ട്സ് വായനശാലയുടെ പ്രവർത്തനം എന്ന്. തുടർന്ന് പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A ഉഷ, പാനൂർ മുനിസിപ്പാലിറ്റി കൗൺസിലർമാരായ KK വിജയൻ മാസ്റ്റർ, O ദാസൻ മാസ്റ്റർ, KK സറീന, PV ശബ്നം, എടച്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ KP അനീഷ എന്നിവരെയും KSTA സംസ്ഥാന അധ്യാപക കായികമേളയിൽ ഹൈജമ്പ് വെള്ളി മെഡൽ നേടിയ റോഷ്ന ടീച്ചറെയും ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അനൂപ് ഉപഹാരങ്ങൾ നൽകി. ചടങ്ങിൽ NK ശ്രീധരൻ മാസ്റ്റർ, NK ഭാസ്കരൻ മാസ്റ്റർ, ഷീബ കണ്ണമ്പ്രത്ത് എന്നിവർ സംസാരിച്ചു. ഫ്രണ്ട്സ് വായനശാല അതിൻ്റെ സംഘാടകരോട് നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. കഴിഞ്ഞ തവണ, അതായത് 2020 ഞാൻ 16ാം വാർഡിൽ മത്സരിച്ചിരുന്നു. എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ യാദൃശ്ചികമായിട്ടാണ് പാർട്ടിയുടെ ആവശ്യപ്രകാരം ഞാൻ 12ാം വാർഡിൽ മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ഒരുപാട് നുണപ്രചരണങ്ങളും വ്യക്തിഹത്യയും ഉൾപ്പെടെ വൃത്തികെട്ട രീതിയിലുള്ള, ഒരിക്കലും ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കാൻ പാടില്ലാത്ത വിധമുള്ള കള്ളപ്രചരണങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ ജനങ്ങൾ സത്യം മനസ്സിലാക്കി വിജയിപ്പിച്ചു. അതിനുവേണ്ടി കൂടെ നിന്ന് പ്രവർത്തിച്ച ഒരുപാട് സഹപ്രവർത്തകരും സഖാക്കളുണ്ടായിരുന്നു. അവർക്കെല്ലാം ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ജനിച്ച നാട്ടിൽ വന്ന് ഒരു അനുമോദനം ഏറ്റുവാങ്ങുക എന്നത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. 5 വർഷം മുമ്പ് ഈ ഒരു വേദിയിൽ വെച്ച് ഇതേപോലെ ഒരു അനുമോദനം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒരുപക്ഷെ വീണ്ടും ഇങ്ങനെ ഒരു അനുമോദനം ഏറ്റുവാങ്ങുന്നതിന് എനിക്ക് കരുത്ത് പകർന്നത് ഈ ഫ്രണ്ട്സ്
വായനശാലയും കണ്ണമ്പള്ളിയും ആണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഒരു ജനകീയ കോടതിയിൽ മാറ്റിവെക്കപ്പെട്ട് ഇവിടെ വിജയിച്ച് വന്നിട്ടുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അനൂപ് സൂചിപ്പിച്ചതുപോലെ വലിയ ഉത്തരവാദിത്തമാണ് ജനങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയുകയാണ്, വരും ദിവസങ്ങളിൽ ആ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ എൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തുടർന്ന് ഫ്രണ്ട്സ് പാട്ടുകൂട്ടം ഒരുക്കിയ ഗാനമേള, TJ നൈറ്റ്, ന്യൂ ഇയർ ഡിന്നർ, ന്യൂ ഇയർ കേക്ക് കട്ടിംഗ്, ന്യൂ ഇയറിനെ വരവേറ്റുകൊണ്ടുള്ള നയനമനോഹരമായ പൂവെടിയോടും വെടിക്കെട്ടോടും കൂടിയാണ് പുതുവത്സരത്തെ വരവേറ്റത്. സമഗ്ര ന്യൂസ്, പനൂർ.